നമ്മളിന്ന് ലില്ലിത്തിനെ കുറിച്ചാണ് കാണാൻ പോകുന്നത്. ലില്ലിത്ത് യഹൂദ പുരാണങ്ങളിലെ കുപ്രസിദ്ധിയായ സ്ത്രീയാണ്. യഹൂദ പുരാണ വൃന്ദങ്ങളിലെ ഒരു ദുർദേവതയാണ് ലില്ലിത്ത്. സുമേറുവും അക്കാദിയൻ സാമ്രാജ്യവും അസീറിയായും ബാബിലോണിയായും ഉൾപ്പെടുന്ന മെസൊപ്പൊട്ടേമിയ പ്രദേശത്തെ ദുഷ്ടദേവതാ സങ്കല്പമാണ് ലില്ലിത്ത്. ബൈബിൾ വചനം പറയുന്നത് ദൈവം തൻ്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് സ്ത്രീയും പുരുഷനുമായാണ്. ദൈവം മണ്ണുകൊണ്ട് മനുഷ്യന് രൂപം നൽകി. മണ്ണുകൊണ്ട് മനുഷ്യന് രൂപം നൽകി എന്ന് പറയുമ്പോൾ പുരാണങ്ങളിൽ പറയുന്നത് ദൈവം മണ്ണുകൊണ്ട് 2 രൂപങ്ങൾ നിർമ്മിച്ചു എന്നാണ്. ഒന്ന് ആദത്തിൻ്റെയും ഒന്ന് ലില്ലിത്തിൻ്റെയും. അവരാണ് ആദ്യ സൃഷ്ടിയെന്ന് ഈ പുരാണങ്ങൾ പറയുന്നു. അവർ പറുദീസായിൽ സന്തോഷപൂർവ്വം വളരെ കാലം വസിച്ചു. അവിടെ ലില്ലിത്ത് ആദത്തിന് കീഴ്പ്പെട്ടായിരുന്നു ജീവിച്ചത്. കുറേ കാലം കഴിഞ്ഞപ്പോൾ ആദത്തിൻ്റെ അപ്രമാദിത്വത്തോട് അവൾക്ക് വിയോജിപ്പുണ്ടായി. അവൾ അത് പ്രകടമാക്കുകയും ആദത്തെ എതിർക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ തൻ്റെ മേൽക്കോയ്മ വിട്ടുകൊടുക്കാൻ ആദം തയ്യാറായിരുന്നില്ല. സമത്വത്തിനു വേണ്ടിയുള്ള ലില്ലിത്തിൻ്റെ പ്രയത്നമെല്ലാം പരാജയപ്പെട്ടു. കോപവും വെറുപ്പും നിറഞ്ഞ അവൾക്ക് ആദത്തെ വിട്ട് എങ്ങനെയെങ്കിലും ദൂരെ പോയാൽ മതിയെന്നുള്ള അവസ്ഥയായി. ദൈവം ആദത്തെയും ലില്ലിത്തിനെയും സൃഷ്ടിച്ചപ്പോൾ എല്ലാവിധ അറിവോടും ശക്തിയോടുമാണ് അവരെ സൃഷ്ടിച്ചത്. ദൈവദൂതന്മാർക്ക് തുല്യമായ അറിവും ശക്തിയും അവർക്കുണ്ടായിരുന്നു. എന്നാൽ അവൾക്ക് മന്ത്രവാദത്തെക്കുറിച്ചുണ്ടായിരുന്ന അറിവ് ഉപയോഗിച്ച് മന്ത്രവാദത്തിലൂടെ ലില്ലിത്ത് പറുദീസായുടെ പുറത്തു കടന്നു. അതോടെ ആദം ഏകനായി തീർന്നു. പറുദീസായിൽ അവന് ചേർന്ന ഇണയെ കണ്ടെത്താൻ അവന് കഴിഞ്ഞില്ല. ആദത്തിന്റെ ഈ അവസ്ഥ കണ്ട ദൈവം ലില്ലിത്തിനെ വീണ്ടും പറുദീസായിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിച്ചു. അങ്ങനെ ദൈവം സിനോയി, സൻസിനോയി, സമ്മൻഗല്ലോഫ് എന്ന 3 മാലാഖമാരെ ലില്ലിത്തിനെ പറുദീസായിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ നിയോഗിച്ചു. അവർ അങ്ങനെ ലില്ലിത്തിനെ തേടിപ്പോയി. ഒരു ഗുഹയിൽ വെച്ച് അവളെ അവർ കണ്ടെത്തി. അവളോട് അവർ ദൈവത്തിൻ്റെ ആഗ്രഹം പറഞ്ഞു. എന്നാൽ അവൾ സമ്മതിച്ചില്ല. ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കാൻ വിസമ്മതിച്ചാൽ നിന്റെ അനുസരണക്കേടിന് നിന്റെ ശിശുക്കളിൽ 100 പേരെ വീതം ഓരോ ദിവസവും വധിക്കുമെന്ന് അവർ അവളോട് പറഞ്ഞു. കോപാകുലയായ അവൾ ദൈവനാമത്തിൽ ശപഥം ചെയ്തു പറഞ്ഞു, മനുഷ്യന് ജനിക്കുന്ന നവജാത ശിശുക്കളെ ഞാൻ വധിക്കും. അവരുടെ ഗർഭിണികളെ ഞാൻ ഉപദ്രവിക്കും. കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ 3 മാലാഖമാരുടെ പതക്കമോ നാമമോ ഉള്ള സ്ഥലങ്ങളിൽ ഞാൻ ഉപദ്രവം വരുത്തുകയില്ല. ലില്ലിത്ത് 3 മാലാഖമാരെ തിരസ്കരിച്ചതിനാൽ ദൈവം ആദത്തിന് ചേർന്ന മറ്റൊരു ഇണയെ നൽകുവാൻ തീരുമാനിച്ചു. അങ്ങനെ ദൈവം ആദത്തെ ഗാഢനിദ്രയിലാക്കുകയും അവൻ്റെ വാരിയിലെടുത്ത് ഒരു സ്ത്രീക്ക് രൂപം നൽകി അവന് നൽകി. കുറെ കാലം കഴിഞ്ഞപ്പോൾ ലില്ലിത്ത് ഏദനിലേക്ക് വരുവാൻ ആഗ്രഹിച്ചു. അവൾ തിരിച്ച് തോട്ടത്തിലെത്തിയപ്പോൾ കാണുന്നത് ഹവ്വായോടൊപ്പം ആദം സന്തോഷത്തിൽ വസിക്കുന്നതാണ്. കോപാകുലയും അസൂയാലുവുമായ അവൾ അവരെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഹവ്വായെ തന്ത്രപൂർവ്വം ചതിക്കാൻ സാധിക്കുമെന്ന്. അതിനവൾ കണ്ടെത്തിയ മാർഗം അവൾ തൻ്റെ ആത്മീയ ശക്തി ഉപയോഗിച്ച് സർപ്പത്തെ സ്വാധീനിച്ച് ദൈവം കഴിക്കരുതെന്ന് വിലക്കിയിരിക്കുന്ന നന്മതിന്മകളുടെ വൃക്ഷത്തിൽ നിന്ന് പഴം പറിച്ച് കഴിക്കാൻ ഹവ്വായെ പ്രലോഭിപ്പിച്ചു. നിരന്തരമായ പരിശ്രമത്തിലൂടെ ലില്ലിത്ത് അത് സാധിച്ചെടുത്തു. ഹവ്വ പഴം പറിച്ചു കഴിച്ചു. മരണം അവളിൽ പ്രവേശിച്ചു. മരണം തന്നെ കീഴ്പ്പെടുത്തിയെന്ന് മനസ്സിലായ ഹവ്വ തൻ്റെ മരണശേഷം ആദത്തിന് ദൈവം മറ്റൊരിണയെ നൽകുമെന്ന് കരുതി താൻ കഴിച്ച പഴം കഴിക്കാൻ അവനെ നിർബന്ധിക്കുകയും അവനത് കഴിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യനെ പരാജയപ്പെടുത്തുന്നതിൽ ലില്ലിത്ത് വിജയിച്ചു. അങ്ങനെ ലില്ലിത്ത്, സർപ്പം, ഹവ്വ, ആദം എന്നീ 4 പേരും ശാപഗ്രസ്തരായി. ലില്ലിത്ത് മന്ത്രവാദം ഉപയോഗിച്ചതിനാൽ ദുരാത്മാവായി മാറി. സർപ്പം ഹവ്വായെ ചതിച്ചതിനാൽ പൊടി തിന്നുകയും കാലുകൾ നഷ്ടപ്പെട്ട് ഇഴജന്തുവുമായി മാറി. സർപ്പത്തിൻ്റെ വാക്ക് കേട്ട് പഴം കഴിച്ചതിനാൽ ഹവ്വായ്ക്ക് ഗർഭാരിഷ്ഠതയും പുരുഷനോടുള്ള അഭിലാഷവും ലഭിച്ചു. ഹവ്വായുടെ വാക്ക് കേട്ട് പഴം കഴിച്ചതിനാൽ ആദത്തിന് ദൈവം ഭൂമിയോട് മല്ലിടാൻ വിട്ടുകൊടുത്തു. ഇതോടൊപ്പം തന്നെ ലില്ലിത്തിൻ്റെ സന്തതികളെക്കുറിച്ച് ഒരു കഥയുള്ളത് ഇങ്ങനെയാണ്. ലില്ലിത്ത് ആദം ഉറക്കത്തിലായിരുന്നപ്പോൾ അവൻ്റെ ബീജം മോഷ്ടിക്കുകയും അതിലൂടെ സന്തതികളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. ലില്ലിത്തിൻ്റെ ഈ മക്കളാണ് പിശാചുകളെന്ന് പറയപ്പെടുന്നു. ലില്ലിത്തിൻ്റെ ആദ്യ മകൻ്റെ പേര് ലില്ലിയം എന്നാണ്. ലില്ലിത്ത് ഇപ്പോഴും പുരുഷബീജം മോഷ്ടിക്കുന്നെന്നും പുതിയ പിശാചുകൾക്ക് ജന്മം നൽകുന്നുവെന്നും അതിനാൽ പുരുഷന്മാർ തനിച്ചു കിടക്കാൻ പാടില്ല എന്നും
മെസപ്പൊട്ടോമിയ ഇതിഹാസങ്ങളിൽ കാണാം. അതുപോലെ തന്നെ ശിശുമരണത്തിനും കാരണമായി ലില്ലിത്തിനെ കാണുന്നവരുണ്ട്. 8 ദിവസത്തിനുള്ളിലുള്ള ആൺകുട്ടികളെയും 20 ദിവസത്തിനുള്ളിലുള്ള പെൺകുട്ടികളെയും ഗർഭിണികളെയും ലില്ലിത്ത് ഉപദ്രവിക്കുമെന്ന് ഈ ഇതിഹാസങ്ങളിൽ കാണാം. ആദത്തിന്റെ സമസൃഷ്ടിയായി സ്വയം കരുതുക മൂലം പർദീസ വിട്ടുപോയ അവൾ ഗർഭസ്ഥകളുടെയും നവജാത ശിശുക്കളുടെയും അപായപ്പെടുത്തുന്ന ദുഷ്ടമൂർത്തിയായി പിന്നീട് തരം താണു. കാമാക്രാന്തയും ദുർനടത്തക്കാരിയും എന്ന പേരുദോഷവും അവൾക്ക് കിട്ടി. ലില്ലിത്ത് എന്ന ദുർദേവതയുടെ ബാധയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏലസുകളുടെയും മന്ത്രങ്ങളുടെയും വിവരണം ബാബിലോണിയൻ പൈശാചിക കഥകളിലുണ്ട്. ലില്ലിത്ത് എന്ന പേര് ബൈബിളിൽ ഒരു സ്ഥലത്ത് കാണാം. അത് ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 34 അധ്യായം 14 വാക്യത്തിലാണ്. വാക്യം ഇങ്ങനെയാണ്: കാട്ടുപൂച്ചയും കഴുതപ്പുലിയും ഏറ്റുമുട്ടും, കാട്ടാടുകൾ പരസ്പരം പോരിന് വിളിക്കും, രാത്രിയിൽ ദുർമന്ത്രവാദിനി അതായത് ലില്ലിത്ത് അവിടെ ഇറങ്ങി വിശ്രമ സങ്കേതം കണ്ടെത്തുന്നു. ബൈബിൾ മൂലഗ്രന്ഥത്തിലെ ലില്ലിത്ത് എന്ന പേരാണ് ദുർമന്ത്രവാദി എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബൈബിൾ അടിസ്ഥാനത്തിൽ ലില്ലിത്ത് എന്നാൽ ദുർമന്ത്രവാദി എന്നാണ്. അതുപോലെ തന്നെ ചില മിത്തോളജികൾ അവൾ സാത്താന്റെ ഭാര്യയാണെന്ന് പറയപ്പെടുന്നു. പർദീസ ഉപേക്ഷിച്ച ലില്ലിത്ത് ലൂസിഫറിനെ ഭർത്താവായി സ്വീകരിച്ചു. മദർ ഓഫ് ഡിമൺ എന്നും അവൾ അറിയപ്പെടുന്നു. ലില്ലിത്ത് എന്ന പേരിന്റെ അർത്ഥം രാത്രി, ഇരുട്ടിന്റെ ഭീകരത, ഇന്ദ്രിയ സ്വാതന്ത്ര്യം, അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം എന്നെല്ലാമാണ്. ഈ ആധുനിക കാലത്ത് സ്ത്രീ പുരോഗമനവാദികൾ സ്ത്രീകളുടെ അംഗീകാരത്തിനും സമത്വത്തിനും വേണ്ടിയുള്ള സ്ത്രീ ശക്തീകരണ പ്രസ്ഥാനങ്ങളുടെയും സമരങ്ങളുടെയും ആദ്യ നായികയായി ലില്ലിത്തിനെ കാണുന്നു. അമേരിക്കയിൽ ഒരു വനിതാ മാഗസിന്റെ പേര് തന്നെ ലില്ലിത്ത് എന്നാണ്. അവൾ അങ്ങനെ ഒരു കുപ്രസിദ്ധ നായികയായി ചരിത്ര കഥകളിൽ തുടരുന്നു.